ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഏറ്റവും പുതിയ എക്സ്റ്ററിലെ ബേസ് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയിട്ടുള്ള HX3 വേരിയൻ്റാണിത്. ബേസ് വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് വരുന്നില്ല, സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള HX3 വേരിയൻറ്റോട്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നത്. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ ഫേസ് ലിഫ്റ്റഡ് എക്സ്റ്ററിൻ്റെ ബേസ് ഓട്ടോമാറ്റിക് വേരിയൻ്റ് എന്ന് വിളിക്കാവുന്ന HX3 വേരിയൻ്റാണിത്. നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വേരിയൻറ്റ് ഈ HX3 വേരിയൻറ്റ് തന്നെയാണ്. കാരണം ബേസ് വേരിയൻറ്റ് HX2 ആണ്, അതിനകത്ത് ഓട്ടോമാറ്റിക് വരുന്നില്ല. ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതൊരു ബേസ് വേരിയൻ്റാണ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഈ ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതെല്ലാം നമുക്ക് കൊടുത്തിരിക്കുന്നത് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. ഒരു ഗ്ലോസി ബ്ലാക്ക് ഇൻസേർട്ട് നമുക്ക് ഫ്രണ്ടിൽ വരുന്നില്ല. പഴയ എക്സ്റ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന ഒരു എക്സ്റ്ററിൻ്റെ ബാഡ്ജിങ് ആണ്. അത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ എക്സ്റ്ററിൻ്റെ ലെറ്ററിങ് കൊടുത്തിരിക്കുന്നു. ടോപ്പിൽ നമുക്ക് ഹ്യുണ്ടായുടെ ലോഗോ കാണാം. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മിറേഴ്സ് ബ്ലാക്ക് കളറാണ്. വശങ്ങളിലേക്ക് വരുമ്പോൾ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് കളറാണ്. ഇതെല്ലാം ഇതൊരു ബേസ് വേരിയൻ്റാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ കളറ്. റേഞ്ചർ കാക്കി എന്നാണ് ഹ്യുണ്ടായി പറയുന്ന ഈ കളറ്. ഇതിപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ട് ലഭിക്കുന്നുണ്ട്. നമ്മളുടെ ക്രെറ്റയിലൊക്കെ ഒരു എക്സ്ക്ലൂസീവ് കളറായിട്ട് ഹ്യുണ്ടായി കൊണ്ടുവന്ന ഒരു കളറുമായിരുന്നു ഈ ഒരു റേഞ്ചർ കാക്കി. ഇനിയും ഇതിൻ്റെ DRL ഈ വേരിയൻറ്റിൽ വരുന്നില്ല. പകരം നമുക്കവിടെ ഒരു വൈറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ലോങ്ങിങ് നോക്കിക്കഴിഞ്ഞാൽ DR പോലെ തോന്നിക്കും. അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് ഹാലജനാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നോർമൽ ഹാലജൻ ഹെഡ്ലൈറ്റ് യൂണിറ്റ് കാണാം. അതിനകത്ത് പാർക്ക് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫ്രണ്ടിലെ പോർഷൻസ് എല്ലാം നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പുതിയൊരു ബമ്പർ യൂണിറ്റ് കാണാം. അതിനകത്ത് ആ ഒരു സിൽവർ ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നു. അത് നമുക്ക് എല്ലാ വേരിയൻറ്റുകളിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. 185 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ബേസ് വേരിയൻ്റാണെന്ന് മനസ്സിലാവും. കാരണം ഇതിനകത്ത് 14 ഇഞ്ച് വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു വൈറ്റ് ഫിനിഷിൽ സ്റ്റീൽ വീല് കൊടുത്തിരിക്കുന്നു. വീൽ കപ്പ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. 165/70R14 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. വശങ്ങളിൽ നമുക്ക് ആ ഒരു സിൽവർ ലൈൻസ് കാണാം. വശങ്ങളിൽ ചുറ്റുപുറം നമുക്കൊരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നുണ്ട്. ഇപ്പോൾ HX4 വേരിയൻറ്റ് തൊട്ട് കാണുന്ന ആ ഒരു പ്രീമിയം ഫിനിഷുള്ള ക്ലാഡിങ് അല്ലെങ്കിൽ ഒരു SUV ലുക്ക് തരുന്ന ക്ലാഡിംഗ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നോർമൽ ബ്ലാക്ക് ക്ലാഡിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ക്ലാഡിങ് വേണമെങ്കിൽ നമ്മൾ ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും. മിറേഴ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഇൻഡിക്കേറ്റേഴ്സ് ഫ്രണ്ടേഴ്സിൽ കൊടുത്തിരിക്കുന്നു. ഹാലജനായിട്ടാണ്. അത് ഓട്ടോമാറ്റിക് ആൻഡ് സ്മാർട്ട് ഓട്ടോ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. മിറേഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞ പോകണം മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ നോർമൽ ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. എന്തൊക്കെയോ എവിടെയൊക്കെയോ കുറവ് പോലെ ഒറ്റ നോട്ടത്തിൽ ഈ വാഹനത്തിൽ നമുക്ക് ഫീൽ ചെയ്യും. ബാക്കിലേക്കൊക്കെ വരുമ്പോൾ ഈ പോർഷൻസിലൊന്നും ആ ഒരു കംപ്ലീഷൻ ഇല്ലാത്ത രീതിയിലാണ് തോന്നുക. മറ്റ് വേരിയൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ബോൾഡ് ലുക്ക് കിട്ടുന്ന രീതിയിലാണ് ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ്സ് കാര്യങ്ങൾ കൊടുത്തിരുന്നത്. എന്തൊക്കെയോ ഒരു കുറവ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സൊന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ സ്പോയിലറോ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ആ ടെയിൽ ലൈറ്റ് എല്ലാ വേരിയൻറ്റുകളും LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. H ഷേപ്പിലെ ടെയിൽ ലൈറ്റ് കാണാം. അകത്ത് സ്റ്റോപ്പ് ലൈറ്റും താഴെ ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ടാണ് വരുന്നത്. ബാക്കിലെ റിഫ്ലക്റ്റേഴ്സ് കാണാം. ബാക്കിലെ ബമ്പറിൻ്റെ പോർഷൻസ് എല്ലാം നമുക്ക് ആ ഒരു പുതിയ സിൽവർ ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമ്മൾക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ഇപ്പോൾ ബേസ് വേരിയൻറ്റ് തൊട്ട് HX4+ വേരിയൻറ്റ് വരെ ബാക്കിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട് സിമിലറാണ്. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് മാത്രമാണ് ഒരു ബേസ് വേരിയൻ്റായിട്ട് ഫീൽ ചെയ്യുക. ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ HX4+ വേരിയൻറ്റ് വരെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ്. ഇപ്പോൾ ഈ വേരിയൻറ്റ് മേടിച്ചിട്ട് ബാക്കിലെ സ്പോയിലറും റൂഫ് റെയിലും കൂടി ആഡ് ഓൺ ചെയ്യുകയാണെങ്കിലും ഒരു മിഡ് വേരിയൻ്റ് ലുക്കിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ക്യാമറ ഈ ഒരു ബേസ് വേരിയൻറ്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പാർസൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് എനിക്ക് തോന്നുന്നു ബേസ് വേരിയൻ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പെയർ വീലും നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ടേ കാണാം. ടാറ്റ പഞ്ചിലൊക്കെ നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റിലൊന്നും സ്പെയർ വീൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സെയിം 165/70R14 ആ സെയിം വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ചേഞ്ചസ് എന്താണെന്നൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഡോർ ഹാൻഡിൽസ് ഒന്നും എല്ലാം ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ ഡ്യുവൽ ടോൺ കളർ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നു. അത് ഒരു നേവി ബ്ലൂ ആൻഡ് ഗ്രേ ഫിനിഷാണ് വരുന്നത്. ഇതാണ് കീ വരുന്നത്. കീ എന്താണെങ്കിലും ഒരു ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് വെച്ചാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനിലൂടെ ഫുള്ളി ഫങ്ഷണലായിട്ടുള്ള ഫ്ലിപ്പ് കീസ് തന്നെ ഈ വേരിയൻറ്റിൽ കൊടുത്തു എന്നുള്ളതും വളരെ
വലിയൊരു കാര്യം തന്നെയാണ്. ഡോർ പാഡിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മിസ്സിങ് ഫീൽ ചെയ്യുക. ഫ്രണ്ടിലെ 2 പവർ വിൻഡോൻ്റെ കൺട്രോൾ മാത്രമേ വരുന്നുള്ളൂ. മിറർ കൺട്രോൾ ചെയ്യാനുള്ള ബാക്കിലെ പവർ വിൻഡോൻ്റെ കൺട്രോൾസ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. മിറേഴ്സ് നമ്മൾ പണ്ടത്തെ രീതിയിൽ മാനുവലി കൺട്രോൾ ചെയ്യേണ്ട രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും ഹ്യുണ്ടായിനെ പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ്. ബേസ് വേരിയൻ്റ് ആണെങ്കിലും ആ ഒരു ഫീച്ചർ ഉൾപ്പെടുത്തി. പിന്നെ ഓട്ടോമാറ്റിക് വേരിയൻ്റാണ്. ഡെഡിക്കേറ്റഡ് ഹെഡ് പെഡൽ കാണാൻ, ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതേപോലെ എല്ലാം AC വെൻസ് ചുറ്റുമെല്ലാം ഒരു സിൽവർ ടച്ച് കാണാനായിട്ട് പറ്റും. ബേസ് HX3 വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ കയറി കഴിഞ്ഞാൽ ഇത് ആരും ഒരു ബേസ് വേരിയൻ്റ് ആണെന്ന് പറയില്ല. കാരണം അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ആ ലുക്കാണെങ്കിലും എല്ലാം നമുക്കൊരു മിഡ് വേരിയൻ്റ് ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രധാന കാരണം ഈ സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. ആ ഒരു പുതിയ 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് കൺട്രോൾസ് വരുന്നുണ്ട്. അതായത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും ഇൻസ്ട്രുമെൻറ്റ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ചെയ്യാനുള്ള ടെലസ്കോപ്പിക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ്. സ്പീഡോമീറ്റർ, RPM ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. TPMS ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതെന്തോ ഈ വേരിയൻറ്റിൽ ഹ്യുണ്ടായി ഒഴിവാക്കിയിട്ടുണ്ട്. അത് HX4+ അല്ലെങ്കിൽ HX4 വേരിയൻ്റ് തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. അതിനകത്തൊരു ഡീസൻറ്റ് ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് ക്ലസ്റ്റർ യൂണിറ്റിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. അതായത് ബേസ് ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ നമുക്കൊരു റിവേഴ്സ് ക്യാമറ പ്ലസ് മ്യൂസിക് സിസ്റ്റം, അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ കൊടുത്തു എന്നുള്ളതും പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ്. അത് ഡീസൻറ്റ് ക്ലാരിറ്റിയുള്ള സ്ക്രീൻ തന്നെയാണ്. അതിൻ്റെ മുകളിൽ കവറാണ്. അത് പൊളിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. അതിന് ചുറ്റുമെല്ലാം അതിൻ്റെ ഫിസിക്കൽ കൺട്രോൾസ് കാണാം. താഴേക്ക് വന്നാൽ AC കൺട്രോൾസ്, അതിന് താഴെ നമുക്ക് മാനുവൽ AC കൺട്രോൾസാണ് ഈ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഒരു Type-C ചാർജിംഗ് പോർട്ട് കാണാം. ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുക്കുന്നു. USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസാണ്. AMT ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഹാൻഡ് ബ്രേക്ക്, ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും കൊടുത്തില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡാണ്. ക്വാർട്ടർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറോ മിററോ ഒന്നും തന്നെ വരുന്നില്ല. മാനുവൽ ഡിമ്മിങ്ങുള്ള IR VMs ഉൾപ്പെടുത്തി. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ HX4+ വേരിയൻ്റൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു വേരിയൻ്റാണ് ഈ HX3 വേരിയൻറ്റ്. കാരണം ഓട്ടോമാറ്റിക് ലഭിക്കുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, അതിനകത്ത് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രോൾസ് സ്റ്റിയറിംഗ് വീലിൽ വരുന്നുണ്ട്. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള മിസ്സിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റും പവർ വിൻഡോൻ്റെ കൺട്രോളുമാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. പുറത്ത് നോക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ റൂഫ് റെയിൽസും ബാക്കിലൊരു സ്പോയിലറും കൂടി വെച്ച് കഴിഞ്ഞാൽ മിഡ് വേരിയൻ്റ് ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വേരിയൻ്റാണ് ഈ ഒരു വേരിയൻറ്റ്. പിന്നെ ടയർ സൈസ് 14 ഇഞ്ചായി, നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡിൽ നമുക്ക് പഴയ കാലത്തേക്ക് ഹ്യുണ്ടായി തിരിച്ചു കൊണ്ടുപോകും. നമ്മൾ കറക്കി തിരിക്കുന്ന വിൻഡോ കൺട്രോൾസാണ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. ഒരു ഡോർ ഹാൻഡിൽസ് എന്തോ ക്രോം ഫിനിഷിൽ അല്ലെങ്കിൽ സിൽവർ ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് AC വെൻസ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. പാഴ്സൽ ട്രേ വരുന്നില്ല. സെൻട്രൽ പാസഞ്ചർ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. സെഗ്മെൻറ്റിൽ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ബാക്ക് സീറ്റ് വരുന്നത് നമ്മളുടെ എക്സ്റ്ററിൽ തന്നെയാണ്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. അഡ്ജസ്റ്റ് ചെയ്തിരുന്ന 3 പേർക്ക് സുഖമായിട്ട് ലോങ് റൈഡൊക്കെ ചെയ്യാനായിട്ട് പറ്റും. സെൻറ്റർ മൗണ്ടറായിട്ടാണ് നമുക്ക് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. 2 വശത്ത് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ എക്സ്റ്ററിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS EBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ബേസ് വേരിയൻ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോബൽ NCAP ഒന്നും കഴിഞ്ഞിട്ടില്ല. ഭാരത് NCAPും കഴിഞ്ഞിട്ടുള്ള ഭാരത് NCAPിലൊക്കെ ഒരു 4 സ്റ്റാർ കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പുതിയ എക്സ്റ്ററിൽ ബേസ് വേരിയൻ്റ് തൊട്ടേ നമുക്ക് CNG വരുന്നുണ്ട്. എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ എഞ്ചിനാണ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ സെയിം ഹ്യുണ്ടായുടെ ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. 83 HP പവറും 114 Nm ടോർക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് പെട്രോളിന് 19.1 ആവറേജിൽ 15-16 ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. CNGയിലേക്ക് വന്നാൽ 69 HP പവറും 95 Nm ടോർക്കുമാണ്. 5 സ്പീഡ് മാനുവലിൽ മാത്രമേ വരുന്നുള്ളൂ. മൈലേജാണ് ഹൈലൈറ്റ്. 27.1 കമ്പനി ക്ലെയിം ചെയ്യുന്നത്. 25 ആവറേജ് ലഭിക്കുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അല്ല, 25 അടുത്ത് ആവറേജ് ലഭിക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ HX2 ബേസ് വേരിയൻറ്റ് നിങ്ങൾക്ക് മാനുവലിൽ മാത്രമേ വരുന്നുള്ളൂ. ഇൻട്രൊഡക്ഷൻ എക്സ് ഷോറൂം പ്രൈസ് 579 ആണ്.
ഓൺ റോഡിലേക്ക് വന്നാൽ 6,83,000 രൂപ. അതിൽ CNG വരുന്നുണ്ട് 8,21,000. സെക്കൻഡ് വേരിയൻ്റ് HX3ലേക്ക് വന്നാൽ 7,34,000 രൂപ ഇതിൻ്റെ മാനുവലിനും നിങ്ങളീ കാണുന്നതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് 8,11,000 രൂപയാണ്. അതായത് എക്സ്റ്ററിൻ്റെ ഇത്രയും ഫീച്ചേഴ്സുള്ള ഒരു ബേസ് വേരിയൻറ്റ് വാങ്ങണമെങ്കിൽ നിങ്ങൾ 8,11,000 രൂപയെങ്കിലും മിനിമം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിൻ്റെ കൂടെ ഒരു 20,000 രൂപയുടെ ആക്സസറീസും കൂടി നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്കിതൊരു മിഡ് വേരിയൻ്റ് ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ വേരിയൻറ്റിൽ CNG വരുന്നുണ്ട്. 8,72,000 രൂപയാണ് CNGയുടെ പ്രൈസ് വരുന്നത്. മറ്റ് വേരിയൻറ്റുകളുടെ പ്രൈസ് HS6ൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുതിയ എക്സ്റ്ററിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ഈ HS6 വേരിയൻ്റാണ്. അതിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് പ്രൈസ് കാര്യങ്ങൾ ലഭിക്കും. ഇനിയിപ്പോൾ അടുത്തൊരു വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ HX4 ആണ്. അത് മാനുവലിന് 8,47,000 രൂപയും AMT ഓട്ടോമാറ്റിക്കിന് 9,41 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹ്യുണ്ടായി റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. എക്സ്റ്റർ എന്നല്ല ഹ്യുണ്ടായുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ചാനലിൽ ഓൾറെഡി നമ്മൾ HS6ൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും കവർ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഓൾ വേരിയൻസിൻ്റെ പ്രൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.